രഞ്ജിനി ഹരിദാസാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇന്നലെ ആ സമരത്തിൻ്റെ ഭാഗമായി അവിടെ പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ ആ സമരത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അവിടെ ഭീകരമായാണ് പോലീസ് മർദ്ദിച്ചത്. അതെ, അതിൽ യാതൊരു സംശയവും വേണ്ട. ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. ഏതോ ഭാഗ്യം കൊണ്ട് മർദ്ദനം കിട്ടാതെ രക്ഷപ്പെട്ട കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. ബിക്കോസ് ആ സമയത്ത്, ഞാനുള്ള സമയത്ത് ആ ഏരിയയിൽ ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പും പുറകിലുമായിരുന്നു ഈ ടിയർ ഗ്യാസും ലാത്തി ചാർജും ഒക്കെ. ഞങ്ങളെയാണ് അവിടെ ബാരിക്കേഡ് ചെയ്ത് പൂട്ടിയിട്ട് ട്രക്കിൻ്റെ ഏരിയയിലായിരുന്നു ഞങ്ങളൊക്കെ. ഞങ്ങൾക്കവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല, വെള്ളമൊന്നും എത്തിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു ഞങ്ങളുടെ ഒരു സെറ്റപ്പ്. ഇവർ വളരെ പീസ്ഫുള്ളായ പ്രൊട്ടസ്റ്റാണ് അവിടെ ചെയ്തത്. നിങ്ങൾ എന്ത് വീഡിയോസ് കണ്ടാലും അത് വിശ്വസിക്കരുതെന്നേ ഞാൻ പറയൂ. ബിക്കോസ് ഞാൻ അവിടെ ഒരു ഫുൾ ഡേയും മറ്റൊരു ദിവസം ഒരു പകുതി ദിവസം ഉണ്ടായിരുന്നു. അവിടെ പാട്ടും ഡാൻസും സംവാദവും സ്ലോഗൻസും ഇൻക്ലാബ് സിന്ദാബാദ് ഒക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ കുട്ടികൾ അവിടെ ഭയങ്കര സേഫായിരുന്നു. എല്ലാം നല്ല എനർജി ആയിരുന്നു. ആ എനർജീനെ മോശമാക്കിയത് ഈ മാർച്ച്, സൺസെറ്റ് ചലോ എന്ന് പറഞ്ഞ മാർച്ചിന് വേണ്ടി ഇവരൊക്കെ റെഡി ആയിരുന്നപ്പം അതിന് പെർമിഷൻ കൊടുക്കാതെ പിന്നെ അവർ പതുക്കെ ഓരോ ടാക്ടിക്സ് യൂസ് ചെയ്ത് ടിയർ ഗ്യാസും ലാത്തി ചാർജും നെയിൽസൊക്കെ ആണിയൊക്കെ വെച്ച് ലാത്തി, അതൊക്കെ ഈ സ്റ്റുഡൻസിന് അഗൻസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുക. അവർ ടെററിസ്റ്റ് ഒന്നും അല്ലല്ലോ. അതൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. നമ്മൾ അടിച്ചമർത്തപ്പെടുന്ന ഒരു ഫീലിംഗ് തോന്നി. അവരുടെ ശബ്ദം, ഒരു ജനാധിപത്യത്തിൽ നമ്മുടെ ശബ്ദമല്ലേ നമ്മളുടെ ഏറ്റവും അടിസ്ഥാനമായൊരു റൈറ്റ്. അത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്കൊരു ഫീലിംഗ് വരില്ലേ, ഒരു നമ്മുടെ ഉള്ളിൽ നമ്മളത് ഡിസ്റ്റർബ് ചെയ്യും. അത് എന്നെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് ഉൾപ്പെടെ ആ നിലയിലാണ് പെരുമാറിയത്. അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് ചോര വരുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ വന്നു. താങ്കൾ അവിടെ നേരിട്ട് കണ്ട ഒരാളെന്ന നിലയിൽ അത് എങ്ങനെയായിരുന്നു? ആ മർദ്ദനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, ദൃശ്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രക്ഷപ്പെട്ട ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. ഞാൻ ഒന്നും കണ്ടിട്ടില്ല, അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാർ, ഐ തിങ്ക് ഞാൻ അവരുടെ ചിലവർ ഈ അടി കിട്ടിയ ആൾക്കാർ ഹോസ്പിറ്റലിൽ പോകണ്ടാത്ത കുറച്ചുപേരുണ്ടാവുമല്ലോ, അവരുടെ കൈയൊക്കെ പൊങ്ങി വീങ്ങി വളരെ ഫിസിക്കൽ പെയിനിലിരുന്ന 2-3 പേരുടെ കൂടെ ഞാൻ സംസാരിച്ചായിരുന്നു. അവർ പറഞ്ഞു ഒരു ദാക്ഷിണ്യമില്ല അത് അവരെ തലക്കിട്ടാണെങ്കിൽ തലയ്ക്ക്, കല്ല് ഫേസിലിട്ട് എറിയുകയാണെങ്കിൽ അത് തലയ്ക്ക് സ്പ്ലിറ്റായി പോകുന്നു, ഉടുപ്പ് പിടിച്ച് വലിക്കുന്നു, പെണ്ണുങ്ങളെ ആണുങ്ങൾ അടിക്കുന്നു, ബാഡ്ജസ് ഇല്ലാത്ത ഓഫീസേഴ്സ് അടിക്കുന്നു, കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിഫോംസ് ഇട്ട് വന്ന് അടിക്കുന്നു. യൂണിഫോം ഇല്ലാതെ വരെ ആൾക്കാർ അടിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും സർപ്രൈസിങ്. എങ്ങനെയാണ് യൂണിഫോം ഇല്ലാത്ത ഒരാൾ വന്ന് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും തല്ലി ചതയ്ക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ അടിക്കുമ്പോഴും ഇവർ അടിക്കരുത് എന്ന് പറയുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ചോദിക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വേദന എടുക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കില്ലേ, അത് മാത്രമേ നടക്കുന്നുള്ളൂ. യൂണിഫോം ഇടാതെ വന്നിരിക്കുന്ന പോലീസുകാർ തന്നെയാണോ? അവർ പറയുന്നത് അതാണെന്നാണ്. പക്ഷെ നമുക്ക് വിശ്വസിക്കണ്ടല്ലോ. എന്നെ യൂണിഫോം ഇടാതെ നമുക്ക് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെയല്ലേ, നിയമമില്ലേ ഇതിനൊക്കെ? പിന്നെ നിയമമുണ്ട്. പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ ഇതിൽ താഴെ അടിക്കാൻ പറ്റൂ എന്നൊക്കെ. ഇത് റോഡ്സ് ഒക്കെ വെച്ച് കുത്തുന്നു, അടിക്കുന്നു. 12 വയസ്സുള്ള കൊച്ചിനെ മുഖത്തിട്ടടിക്കുന്നു, പെണ്ണുങ്ങളെ അടിക്കുന്നു, തെറി പറയുന്നു, അബ്യൂസ് ചെയ്യുന്നു. സ്ത്രീകളാണെങ്കിലും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൽ ദേ ആർ വെരി വെരി ഇൻറ്റൻസ്. പക്ഷെ അവർക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ട്. അത്രയും അധികം വലിയ ഇങ്ങനെ അടിച്ചും അവരെ മാറ്റിക്കളയണം എന്ന ഇൻസ്ട്രക്ഷൻ കിട്ടിയത് അവർ അതുപോലെ അവരത് ഫോളോ ചെയ്തിട്ടുണ്ട്. സോ അത് മാത്രമല്ല, കുറച്ച് ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സിനകത്ത് കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് യൂണിഫോം ഇടാത്ത ഒരാൾ ലാത്തി വെച്ച് അടിക്കുന്നത്? അത് നിയമവിരുദ്ധമല്ലേന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അവിടെ എന്തോ, അപ്പോൾ ആ ആൾ തന്നെ അങ്ങനത്തെ യൂണിഫോം ഇടാത്ത എന്തോരം ആൾക്കാർ അവിടെ ഉണ്ടാവാം ഇവരുടെ സൈഡിൽ നിന്നും. മഫ്തി എന്ന് പറഞ്ഞിട്ട്, ആർക്കും മഫ്തി എന്ന് പറഞ്ഞിട്ട് വരാമല്ലോ, നമ്മൾ ID കാർഡൊന്നും ചോദിക്കുന്നില്ലല്ലോ. അങ്ങനെ കുറേ ആൾക്കാർ ഇതിനുള്ളിൽ കയറി അവിടെ ഡിസ്റപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ടുള്ള യാത്രയിൽ എവിടെയെങ്കിലും പോലീസ് തടയുകയോ ചോദിക്കുകയോ അങ്ങനെ എന്തൊക്കെ? പിന്നെ നമ്മളവിടെ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ അതൊരു കോമഡി ആയിരുന്നു. ബിക്കോസ് ദൂരെ നിന്ന് തന്നെ ബാരിക്കേഡ് ചെയ്തേക്കാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഹോട്ടൽ അതിനകത്തായിരുന്നു. അപ്പോൾ ആ ഹോട്ടലിനകത്ത് എത്തിച്ചേരണമെങ്കിൽ ഞാൻ ഒരു 2 കിലോമീറ്റർ നടക്കണം. ഞാനിങ്ങനെ ഈ ബാഗ് പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോലീസിൻ്റെ കൂടെ ഞങ്ങളൊന്ന് ആദ്യം തന്നെ ഒന്ന് തുടങ്ങി. പക്ഷേ പബ്ലിക് ഭയങ്കര ആംഗ്രി ആയിരുന്നു. പബ്ലിക് ന്യൂസൻസ് ആയിരുന്നു. അപ്പോൾ അവരും കൂടെ അടിയുണ്ടാക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റി. പക്ഷേ എന്നാലും അടുത്തെത്താൻ പറ്റിയില്ല. ആ റൂട്ടിലേക്ക് ഒരു ആക്സസും ഇല്ലായിരുന്നു. വണ്ടി കയറി, കാറിൽ നിന്ന് ഓട്ടോയിൽ നിന്ന് നടന്ന് ലാസ്റ്റ് ഒരു 200 മീറ്റർ നടന്ന് ഞങ്ങൾ ഹോട്ടലിലെത്തി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് എത്തിയത്. ഇവിടെ നമ്മൾ ഈ പ്രൊട്ടസ്റ്റ് നമ്മൾ ഒരു എനർജി ഇല്ലേ, അതിൻ്റെ ഒരു എത്രയോ മടങ്ങൊരു എനർജി അവിടെ ഉണ്ടായിരുന്നു. ഒരു യൂത്ത് ഫെസ്റ്റിവലൊക്കെ പോകുമ്പോൾ, ഒരു ഇന്റർ കോളേജ് ഫെസ്റ്റിലൊക്കെ പോകുമ്പോൾ ഉള്ള സ്പിരിറ്റ് എനർജി ആയിരുന്നു അവിടെ. അതാണ് അവർ ഈ ലാത്തി ചാർജൊക്കെ ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ നശിപ്പിച്ചിട്ടില്ല. ഈ ജെൻസിയുടെ ഹോപ്പൊന്നും അത്ര നശിപ്പിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ജെൻസി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും അത്തരത്തിൽ ജെൻസിക്കെതിരെ വിമർശിച്ചുകൊണ്ട് അവർ അപ്പൊളിറ്റിക്കൽ ആണെന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉൾപ്പെടെ എനിക്ക് തോന്നുന്നില്ല അവർ ഇന്നും പൊളിറ്റിക്സ് ആണ് അവരുടെ ഇന്റൻഷൻ. എൻ്റെ തോന്നലാണ്. ഇപ്പം ഇത് ഓരോ ആൾക്കാരെ എടുത്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഓരോർക്കും നമ്മുടേതായ പൊളിറ്റിക്സ് ഉണ്ട് അല്ലേ? അത് കക്ഷി രാഷ്ട്രീയമല്ല, അതാ ഞാൻ പറയാം. നമുക്ക് ഓരോർക്കും നമ്മുടേതായ പൊളിറ്റിക്സ് ഉണ്ട്. അതിനുവേണ്ടി സംസാരിക്കുന്നത് കുഴപ്പമില്ല. ഞാനിവിടെ സംസാരിക്കുന്ന എൻ്റെ രാഷ്ട്രീയമാണ്. ഇത് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പ്രതികരിക്കും. അത് ചിലപ്പോൾ ചില സാധനം ഒരാൾക്ക് ഇഷ്ടപ്പെടും, ചില സാധനം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല. അത് രഞ്ജിനിയുടെ രാഷ്ട്രീയമാണ്. അതുപോലെ ഇവർക്കൊക്കെ ഓരോ രാഷ്ട്രീയം ഉണ്ടാവും. ഇവർക്കൊരു കൂട്ടായ രാഷ്ട്രീയം ഞാൻ കണ്ടില്ല. അവരിവിടെ എത്തിയിരിക്കുന്നത് കാര്യത്തിന് വേണ്ടിയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രശ്നം കാരണം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ
പരിഹരിക്കണം എന്നൊരാഗ്രഹമാണ് ഒരു കോസ്. അപ്പോൾ ഇതിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണം, പോളിറ്റിക്സ് മാറ്റി വെക്കണം, റിലിജൻ മാറ്റി വെക്കണം. വി ഷുഡ് കീപ് എവറിത്തിങ് എൽസ് അസൈഡ് ആൻഡ് ഫോക്കസ് ഓൺ ദ പ്രോബ്ലം. അതിനുള്ള സൊല്യൂഷൻ, അതിനുള്ള അക്കൗണ്ടബിലിറ്റിയാണ് ഇവർ ചോദിക്കുന്നത്. അത് തരുന്നില്ല എന്ന് അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ആൻഡ് ദാറ്റ് ഇസ് വെൻ ഡെമോക്രസി കംസ് ഇൻ ടു ക്വസ്റ്റ്യൻ. ഇപ്പം ഒരു കോസിന് വേണ്ടി, അതായത് ഒരു എന്തൊക്കെ പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസം എന്നത് ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റ് തന്നെയാണ്. അതായത് രാജ്യത്തെ ഭരണകൂടമാണ് ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നെന്ന് ജെൻസി ഉൾപ്പെടെ പറയുന്നത്. അതായത് ജെൻസി അത്തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ, അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു ചട്ടക്കൂടിലല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ അല്ല എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സമരങ്ങൾ തെളിയിക്കല്ലേ? അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ തന്നെ ഈ ജെൻസി എന്ന് പറഞ്ഞ കുട്ടികൾ മടിയന്മാരാണ്, മടിച്ചുകളാണ്, അവരൊന്നിനും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. പക്ഷെ ഞാൻ അവിടെ പോയി ഞാൻ അവരോട് സോറി പറയേണ്ട അവസ്ഥയാണ്. ബിക്കോസ് അവരിലുള്ള ആ ഫയർ, അവരുള്ള ആ കമ്മിറ്റ്മെന്റ്, അവരുടെ ഉള്ളിലുള്ള ആ എനർജി, അത് എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. മാറി. പിന്നെ ഞാനിപ്പം ഐ വിഷ് ഐ വാസ് എ പാറ്റ ഓർ എ ജെൻസി അങ്ങനെ തോന്നുന്നു. ബട്ട് ഐ എം ലൈക്ക് വൈ? ബിക്കോസ് അതിലുള്ള ഒരു എനർജിയാണ് ഞാൻ പറയുന്നത്. അവർ ചെയ്യുന്ന കാര്യങ്ങളല്ല, അവർക്കൊരു ആ യുവത്വത്തിന്റെ ഒരു എനർജി ഇല്ലേ? നമ്മളൊക്കെ കുറച്ചൊന്ന് പ്രായമായപ്പോൾ ആ എനർജി വേറെ രീതിയിൽ അത് ആവും. പക്ഷെ ആ യുവത്വത്തിലുള്ള എനർജി ആ കാലത്ത് എനിക്കിതുണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള യുവജനങ്ങൾക്ക് അതുണ്ട്. ആൻഡ് റൈറ്റ് നൗ ഐ തിങ്ക് വി ഷുഡ് ക്യാപിറ്റലൈസ് ആൻഡ് പിഗ്ഗി ബാക്ക് ഓഫ് ദെയർ ബാക്സ്. ഇനി തുടർന്നും ഈ കോസിനൊപ്പമാണ് ഇവരുടെ സമരത്തിനൊപ്പം. ഞാൻ തുടങ്ങി സപ്പോർട്ട് ചെയ്ത എല്ലാ കോസിന്റെ ഒപ്പവും ഞാൻ എപ്പോഴും ഉണ്ട്. ഞാൻ അങ്ങനെ കോസസ് മാറ്റുന്ന ഒരാളല്ല, അധികം കോസസും ഇല്ല. എനിക്ക് ആകെ ഇതുവരെ 3 കോസേ ഉള്ളൂ. അത് വെച്ച് ഞാൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോകും. ഐ ഹോപ്പ് ഇറ്റ്സ് എ സൊല്യൂഷൻ. ഒബ്വിയസ്ലി ഇത് സമരം എന്താണ്, ഈ സമരം നമ്മൾ മറക്കരുത്. ഇറ്റ്സ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ദാറ്റ്സ് എ ബിഗ് വൺ. സമരം വിജയിക്കുമെന്ന് കരുതുന്നുണ്ടോ? വിജയിക്കില്ലെങ്കിൽ അത് ഈ ജനാധിപത്യത്തിന്റെ പരാജയമാണ്. ഓക്കെ, ഇതാണ് രഞ്ജിനിക്ക് പറയാനുള്ളത്. സമരം വിജയിച്ചില്ലെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ പരാജയമാണ് എന്നതാണ് രഞ്ജിനി ഹരിദാസ് പറയുന്നത്. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ജത്തിലിനൊപ്പം റിപ്പോർട്ടർ രാംഷാ സി പി, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.